മാസത്തിന്റെ ആദ്യ ആഴ്ചകൾ പിന്നിടുമ്പോഴേക്കും പോക്കറ്റ് തീർത്തും കാലിയാകുന്ന ആ അവസ്ഥ നമ്മളിൽ എത്രയോ പേർ നെഞ്ചുപൊട്ടി അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ? കൂട്ടത്തിൽ വലിയ തുക ശമ്പളം വാങ്ങുന്നവർ പോലുമുണ്ടാകാം. പക്ഷേ പെട്ടെന്നൊരു അടിയന്തര ഘട്ടത്തിൽ ഒന്ന് കൈനീട്ടാൻ പോലും ബാങ്ക് അക്കൗണ്ടിൽ ₹1 തികച്ചുണ്ടാകില്ല. എപ്പോഴും നമ്മൾ സ്വയം വിശ്വസിച്ച് ആശ്വസിക്കാറുള്ളത് നമ്മുടെ വരുമാനം കുറവായതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സങ്കടകരമായൊരു സത്യമെന്താണെന്നോ? പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിലല്ല, മറിച്ച് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം ചോർത്തിക്കളയുന്ന ചില അദൃശ്യമായ തുളകളിലാണ്. ചാണക്യനീതി നമ്മെ വളരെ വ്യക്തമായൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ചോർച്ചകൾ കൃത്യസമയത്ത് കണ്ടെത്തി അടച്ചില്ലെങ്കിൽ സാക്ഷാൽ കുബേരന്റെ ഖജനാവ് പോലും ഒരു ദിവസം ശൂന്യമായി പോകും. നമ്മുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അനാവശ്യമായി ഇല്ലാതാക്കുന്ന അത്തരം 7 രഹസ്യ ചോർച്ചകളെക്കുറിച്ചാണ് നമ്മളിന്ന് ഹൃദയം തുറന്ന് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളും സമ്പാദ്യവും തകരാതെ കാത്തുസൂക്ഷിക്കാൻ ഈ വാക്കുകൾ തീർച്ചയായും നിങ്ങളെ സഹായിക്കും. സുഹൃത്തുക്കളെ, പണം സമ്പാദിക്കുക എന്നത് ഒരു കലയാണെങ്കിൽ അത് ഭദ്രമായി കാത്തുസൂക്ഷിക്കുന്നതും ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതും ഒരു വലിയ ശാസ്ത്രമാണ്. നിർഭാഗ്യവശാൽ ഈയൊരു ശാസ്ത്രം നമ്മുടെ വിദ്യാലയങ്ങളിലോ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ നമുക്കത്ര ഗൗരവത്തോടെ പഠിപ്പിച്ചു തരാറില്ല. അതിന്റെ ഫലമായി നമ്മൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ കഠിനമായി പണിയെടുക്കുന്നു, വിയർപ്പൊഴുക്കുന്നു, മേലധികാരികളുടെ കൈപ്പേറിയ ശകാരങ്ങൾ വരെ കണ്ണീരോടെ സഹിക്കുന്നു. എന്നിട്ടും മാസാവസാനമാകുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വീണ്ടും ആ പഴയ 0 തന്നെ വന്നു നിൽക്കുന്നു. വരുമാനം കുറവായതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് നമ്മൾ സ്വയം വിശ്വസിച്ച് ആശ്വസിക്കാൻ ശ്രമിക്കും. എന്നാൽ ആചാര്യചാണക്യൻ പറയുന്നത് പ്രശ്നം നിങ്ങളുടെ വരുമാനത്തിലല്ല, നമ്മൾ കാണിക്കുന്ന വിവേകമില്ലായ്മയിലാണ് എന്നാണ്. അടിഭാഗത്ത് തുളയുള്ള ഒരു ബക്കറ്റിൽ നിങ്ങൾ എത്ര സ്നേഹത്തോടെ വെള്ളം കോരിയൊഴിച്ചാലും അത് നിറയില്ലല്ലോ. അതുപോലെയാണ് ഈ ജീവിതവും. ചിന്താശൂന്യമായി ചെലവഴിച്ചാൽ എത്ര വലിയ സമ്പത്തും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ സാമ്പത്തിക തത്വം നിങ്ങളെ ഒരു പിശുക്കനാക്കാനല്ല, മറിച്ച് നാളെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ആരുടെയും മുന്നിൽ തലകുനിക്കാതെ സാമ്പത്തികമായി നിങ്ങളെ ശക്തനാക്കി മാറ്റാനാണ് സഹായിക്കുന്നത്. പണം എന്നത് നിങ്ങളുടെ കീശയിൽ കാവൽ നിൽക്കുന്ന ഒരു സൈനികനെപ്പോലെയാണ്. നിങ്ങളത് ചെലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു യുദ്ധക്കളത്തിലേക്കാണ് അതിനെ ഇറക്കിവിടുന്നത്. തെറ്റായ ഇടങ്ങളിലേക്കാണ് നമ്മൾ അതിനെ നയിക്കുന്നതെങ്കിൽ ആ സൈനികൻ അവിടെ വീണുപോകും. നിങ്ങളുടെ കൈവശമുള്ള എല്ലാ സൈനികരും നഷ്ടപ്പെട്ടാൽ ജീവിതമാകുന്ന വലിയ യുദ്ധത്തിൽ നമ്മുടെ പരാജയം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മുടെ സൈനികരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനും അവരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ചാണക്യൻ നിർദ്ദേശിക്കുന്ന ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ നിയമം എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളുടെ പകുതി ഭാരവും ഇന്നുതന്നെ ഇറക്കിവെക്കാൻ ഈ ഒരു നിയമത്തിന് സാധിക്കും. അതാണ് നമ്മുടെ അത്യന്താപേക്ഷിതമായ ആവശ്യങ്ങളും താൽക്കാലികമായ ആഗ്രഹങ്ങളും തമ്മിലുള്ള പോരാട്ടം. ആവശ്യമില്ലാതെ ചെയ്യുന്ന ചെലവുകൾ നാശത്തിന്റെ മൂലകാരണമാണെന്നാണ് ചാണക്യൻ വ്യക്തമാക്കുന്നത്. കേൾക്കുമ്പോൾ ഇത് വളരെ ലളിതമായി തോന്നാമെങ്കിലും ഇതിന്റെ മനഃശാസ്ത്രപരമായ വശം നമ്മുടെ മനസ്സിനെ തൊടുന്നതാണ്. ആകർഷകമായ പരസ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിലെ സുഹൃത്തുക്കളുടെ തിളങ്ങുന്ന ചിത്രങ്ങളും കണ്ട് പുതിയൊരു മൊബൈൽ ഫോണോ വിലകൂടിയ പാദരക്ഷകളോ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരേക്കാൾ പിന്നിലാണെന്നൊരു തരം അപകർഷതാബോധം ഇന്ന് നമ്മളിൽ വളർത്തിയെടുക്കുന്നുണ്ട്. ഈ കെണിയിൽ വീണ് നമുക്ക് ഒട്ടും ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് നമ്മൾ കടം വാങ്ങിയാണെങ്കിലും സ്വന്തമാക്കുന്നത്. കഴിഞ്ഞ മാസം നിങ്ങൾ വാങ്ങിയ സാധനങ്ങളിൽ എത്രയെണ്ണം നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായിരുന്നു, എത്രയെണ്ണം വെറും ആഗ്രഹമായിരുന്നു എന്ന് ശാന്തമായി ഇരുന്ന് സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. വിശപ്പകറ്റാനുള്ള ഭക്ഷണം, ജീവൻ നിലനിർത്താനുള്ള മരുന്ന്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ എന്നിവയൊക്കെയാണ് യഥാർത്ഥ അത്യാവശ്യങ്ങൾ. എന്നാൽ ആഗ്രഹങ്ങൾ എന്നത് ക്ഷണികമായ ഒരു സന്തോഷം മാത്രം തരുന്നവയാണ്. ആഗ്രഹങ്ങളെ അത്യാവശ്യങ്ങളായി തെറ്റിദ്ധരിക്കുന്നവർ സ്വന്തം കുഴി തോണ്ടുകയാണെന്ന് ചാണക്യൻ നമ്മെ മുന്നറിയിപ്പ് നൽകുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം മുടക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തകർക്കുന്നത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സുരക്ഷിതമായ ഭാവിയാണ്. ഇതിനൊരു നല്ല പ്രതിവിധിയായി 24 മണിക്കൂർ നിയമം നമുക്ക് ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. വില കൂടിയ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെന്ന് മനസ്സ് വാശിപിടിക്കുമ്പോൾ അതപ്പോൾ തന്നെ വാങ്ങിക്കൂട്ടാതെ കൃത്യം ഒരു ദിവസം, അതായത് 24 മണിക്കൂർ നേരത്തേക്ക് ആ തീരുമാനം ഒന്ന് നീട്ടിവെക്കുക. പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളുടെയും ആവേശത്തിന്റെയും പുറത്തെടുക്കുന്ന തീരുമാനങ്ങൾ മിക്കപ്പോഴും വലിയ തെറ്റുകളിലേക്കാണ് ചെന്നെത്തിക്കുക എന്ന് ആചാര്യചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ 24 മണിക്കൂറിന് ശേഷം ശാന്തമായി ചിന്തിക്കുമ്പോൾ ആ സാധനം യഥാർത്ഥത്തിൽ നിങ്ങൾക്കത്ര നിർബന്ധമുള്ള ഒന്നല്ലായിരുന്നു എന്ന് സ്വന്തം മനസ്സിന് തന്നെ ബോധ്യപ്പെടും. ഈയൊരു സ്വയം നിയന്ത്രണം ശീലിച്ചെടുക്കുക എന്നതാണ് പണക്കാരനാകാനുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. സമ്പത്ത് കുന്നുകൂട്ടുന്നതിലല്ല, മറിച്ച് അനാവശ്യമായ ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്ന് കുറച്ചുകൊണ്ടുവരുന്നതിലാണ് യഥാർത്ഥ സാമ്പത്തിക അച്ചടക്കം ഒളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ചതുകൊണ്ട് മാത്രം നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാകുന്നില്ല. ഏതു സമയത്തും നമ്മുടെ ജീവിതത്തിന്റെ വാതിലിൽ വന്നുമുട്ടാവുന്ന, ഒരുപക്ഷെ നമ്മൾ കാലങ്ങളായി ചേർത്തുവെച്ച സമ്പാദ്യം മുഴുവൻ ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കാൻ കെൽപ്പുള്ള ഒരു അദൃശ്യ ശത്രു കൂടിയുണ്ട്. അതിനെ മുൻകൂട്ടി കണ്ട് നേരിടാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ
അത് നമ്മളെ എത്ര വലിയ സമ്പന്നനിൽ നിന്നും നിമിഷനേരം കൊണ്ടൊരു ദരിദ്രനാക്കി മാറ്റിക്കളയും. അതാണ് അടിയന്തര ഘട്ടങ്ങളെ നേരിടാൻ നമ്മൾ ഒരുക്കേണ്ട സുരക്ഷിതമായ കോട്ട എന്ന രണ്ടാമത്തെ നിയമം. ആപത്തുകാലത്തേക്കു വേണ്ടി എപ്പോഴും ധനം കാത്തുസൂക്ഷിക്കണമെന്നാണ് ചാണക്യനീതി നമ്മെ ഉപദേശിക്കുന്നത്. നാളത്തെ കാര്യം ആര് കണ്ടു, ഇന്ന് കിട്ടുന്നത് ഇന്ന് തന്നെ ജീവിച്ചു തീർക്കാം എന്ന് ചിന്തിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മുടെ ജീവിതം എപ്പോഴും ഒരേ താളത്തിലല്ല മുന്നോട്ടു പോകുന്നത്. വിചാരിക്കാത്ത സമയത്ത് കടന്നുവരുന്ന രോഗങ്ങൾ, അപ്രതീക്ഷിതമായ തൊഴിൽ നഷ്ടം, അപകടങ്ങൾ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സമാധാനം കെടുത്തിയേക്കാം. അത്തരം ദുർഘട സമയങ്ങളിൽ നമ്മൾ സ്നേഹത്തോടെ കാത്തുസൂക്ഷിച്ചുവെച്ച പണം മാത്രമേ നമ്മുടെ യഥാർത്ഥ സുഹൃത്തായി കൂടെയുണ്ടാകൂ. ആ കഷ്ടപ്പാടിന്റെ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മൾ വലിയ വില കൊടുത്തു വാങ്ങിയ വാഹനങ്ങളോ ഒന്നും സഹായത്തിനെന്ന് വരില്ല. ഒരു അടിയന്തര ഫണ്ട് നിങ്ങളുടെ കൈവശമില്ലെങ്കിൽ നിങ്ങൾ കവചമില്ലാതെ യുദ്ധക്കളത്തിൽ ഒറ്റപ്പെട്ടുപോയ ഒരു യോദ്ധാവിനെപ്പോലെയായി മാറും. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുറഞ്ഞത് 6 മാസത്തെ ചെലവുകൾക്കായുള്ള പണമെങ്കിലും ബാങ്കിലോ മറ്റോ പെട്ടെന്ന് പിൻവലിക്കാൻ പാകത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ പണം കൂടുതൽ ലാഭം കൊയ്യാനുള്ള നിക്ഷേപമല്ല, മറിച്ച് നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിന്റെയും സുരക്ഷയ്ക്കു വേണ്ടിയുള്ളതാണ്. പലരും ചെയ്യുന്ന വലിയൊരു തെറ്റുണ്ട്. കയ്യിലുള്ള പണം മുഴുവൻ പെട്ടെന്ന് വിൽക്കാൻ കഴിയാത്ത വസ്തുവകകളിലോ ഓഹരി വിപണിയിലോ നിക്ഷേപിക്കും. എന്നിട്ട് വീട്ടിൽ ആർക്കെങ്കിലും പെട്ടെന്ന് സുഖമില്ലാതെ വരുമ്പോൾ ആ സ്വത്തുക്കൾ തുച്ഛമായ വിലയ്ക്ക് വിയർപ്പൊഴുക്കി വിൽക്കേണ്ടി വരുന്നു. ഇത് വലിയൊരു ബുദ്ധിശൂന്യതയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വരുമാനത്തിന്റെ ചെറിയൊരു ഭാഗമെങ്കിലും ഈ സുരക്ഷിത കോട്ട നിർമ്മിക്കാൻ വേണ്ടി എപ്പോഴും മാറ്റിവെക്കുക. ഈയൊരു സുരക്ഷിതത്വം നിങ്ങളുടെ മനസ്സിലേക്ക് കൈവരുമ്പോൾ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഭയത്തോടെയല്ല, മറിച്ച് നിറഞ്ഞ ആത്മവിശ്വാസത്തോടെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലിസ്ഥലത്തെ മോശം സാഹചര്യങ്ങളോട് സധൈര്യം പ്രതികരിക്കാൻ പോലും ഇത് നിങ്ങൾക്ക് വലിയൊരു കരുത്ത് നൽകും. കാരണം ഈ ജോലി നഷ്ടപ്പെട്ടാലും അടുത്ത 6 മാസത്തേക്ക് എന്റെ കുടുംബം സുരക്ഷിതനാണെന്ന വലിയൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. ഇതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ അടിത്തറ. ഇതുവരെ നമ്മൾ നമ്മളെത്തന്നെ എങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമ്മൾ കടക്കുന്നത് 99% മധ്യവർഗക്കാരായ മനുഷ്യരും വീണുപോകുന്ന, ജീവിതകാലം മുഴുവൻ കണ്ണീര് കുടിക്കാനിടയാക്കുന്ന മൂന്നാമത്തെയും ഏറ്റവും അപകടകരവുമായ ഒരു കെണിയിലേക്കാണ്. പുറമേക്ക് കാണുമ്പോൾ വളരെ ആകർഷകമായി തോന്നുന്ന ഈ കെണിയിൽ വീഴുന്നവർ തങ്ങളെ രാജാക്കന്മാരായി കരുതുമെങ്കിലും യഥാർത്ഥത്തിൽ അവർ പണത്തിന്റെ അടിമകളാവുകയാണ് ചെയ്യുന്നത്. സമൂഹത്തിലെ പൊങ്ങച്ചവും അന്തസ്സും നിലനിർത്താൻ വേണ്ടിയാണ് പലരും ഈ വലിയ തെറ്റിലേക്ക് ചെന്നെത്തുന്നത്. അതാണ് മൂന്നാമത്തെ നിയമമായ ആഡംബരത്തിന്റെ മരണക്കെണി. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കടം വാങ്ങി ആഡംബര ജീവിതം നയിക്കുന്ന ചിന്താഗതി ഒരു മനുഷ്യന്റെ സർവനാശത്തിന് കാരണമാകുമെന്ന് ചാണക്യനീതി വ്യക്തമാക്കുന്നുണ്ട്. ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങളുടെ ലോകത്ത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മാത്രം സ്വന്തം ജീവിതം ജീവിച്ചു തീർക്കുന്ന ഒരു മോശം പ്രവണത നമ്മളിൽ കണ്ടുവരുന്നുണ്ട്. മറ്റുള്ളവരുടെ കയ്യിലുള്ള വിലകൂടിയ സാധനങ്ങൾ നമ്മുടെ കയ്യിലുമില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ മോശക്കാരാകുമോ എന്ന വെറും ഭയത്താൽ കയ്യിലില്ലാത്ത പണം പോലും നമ്മൾ വലിയ പലിശയ്ക്ക് കടം വാങ്ങി അനാവശ്യമായി ചെലവഴിക്കുന്നു. ആചാര്യ ചാണക്യന്റെ ചിന്തകളെ ഹൃദയത്തോട് ചേർത്തു പിടിക്കുന്നവർക്ക് ഒരു കാര്യം നന്നായറിയാം. ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ ലഭിക്കുന്ന യഥാർത്ഥ ആദരവ് എന്നത് അയാളുടെ ആഴത്തിലുള്ള അറിവിലും ഉത്തമമായ സ്വഭാവശുദ്ധിയിലുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അല്ലാതെ കഴുത്തിൽ തൂക്കിയിടുന്ന പൊന്മാലകളിലോ കാട്ടിക്കൂട്ടുന്ന ആഡംബരങ്ങളിലോ അല്ല. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നത്തെ തലമുറ ഈ വലിയ സത്യത്തെ പാടെ മറന്നുപോയിരിക്കുന്നു. ബാങ്കുകളിൽ നിന്ന് വലിയ തുകകൾ വായ്പയെടുത്ത് വില കൂടിയ വണ്ടികൾ സ്വന്തമാക്കുന്നു. ക്രെഡിറ്റ് കാർഡുകൾ വഴി കടം വാങ്ങി വിനോദയാത്രകൾ പോകുന്നു. വിവാഹങ്ങൾ അവിസ്മരണീയമാക്കാൻ ലക്ഷങ്ങളാണ് ഒരു മടിയുമില്ലാതെ പൊടിച്ചുകളയുന്നത്. ഇതൊക്കെ എന്തിനാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വെറും 4 പേരെ കാണിക്കാനും അവരുടെ മുന്നിൽ ജയിച്ചു ജീവിക്കുകയാണെന്ന് വരുത്തിത്തീർക്കാനും വേണ്ടി മാത്രം. എന്നാൽ ഇതിന്റെ പിന്നിലെ കൈപേറിയ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. നിങ്ങളുടെ കല്യാണത്തിന് വന്ന് ആസ്വദിച്ച് ഭക്ഷണം കഴിച്ചു പോകുന്നവർ അടുത്ത ദിവസം തന്നെ അതെല്ലാം മറക്കും. പക്ഷേ ആ ഒറ്റ ദിവസത്തെ പൊങ്ങച്ചത്തിന്റെ പേരിൽ നിങ്ങളുണ്ടാക്കിവെച്ച കടം വരും വർഷങ്ങളിൽ ചോരനീരാക്കി വീട്ടേണ്ടിവരുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. മറ്റുള്ളവരുടെ കൈയടിക്കും അഭിനന്ദനങ്ങൾക്കും വേണ്ടി നമ്മൾ നടത്തുന്ന ഇത്തരം ധൂർത്തുകൾക്ക് ഒരിക്കലും ഒരവസാനമുണ്ടാകില്ല. അതൊരു വറ്റാത്ത ആഴക്കടൽ പോലെയാണ്. സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഇന്നൊരു വലിയ സാധനം വാങ്ങിയാൽ അതിനേക്കാൾ വലിയ മറ്റൊന്ന് സ്വന്തമാക്കാൻ നാളെ ഈ സമൂഹം നിങ്ങളെ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഓട്ടം ഒരിക്കലും അവസാനിക്കില്ല സുഹൃത്തുക്കളെ. ഒടുവിൽ നിങ്ങളുടെ കൈകളിൽ അവശേഷിക്കുന്നത് കടുത്ത മാനസിക സമ്മർദ്ദവും ഉയർന്ന രക്തസമ്മർദ്ദവും ഉറക്കമില്ലാത്ത അനേകം രാത്രികളും മാത്രമായിരിക്കും. ചാണക്യന്റെ ദർശനങ്ങൾ പ്രകാരം യഥാർത്ഥ രാജാവ് അവനാണ് ആര് സ്വന്തം താൽപ്പര്യങ്ങളിലും സന്തോഷങ്ങളിലും ജീവിക്കുന്നുവോ അവൻ. അല്ലാതെ മറ്റുള്ളവരുടെ കയ്യടികൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പണയം വയ്ക്കുന്നവനല്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ ഈ സമൂഹത്തെ നിരാശപ്പെടുത്താൻ നിങ്ങൾ ധൈര്യം കാണിക്കണം. ആളുകൾ നിങ്ങളെ പിശുക്കനെന്നോ വിവരമില്ലാത്തവനെന്നോ പരിഹസിച്ചാൽ അത് കേട്ട് വെറുതെ പുഞ്ചിരിക്കുക. നിങ്ങളുടെ പഴയ വസ്ത്രങ്ങളും ലളിതമായ ജീവിതവും കണ്ട് അവർ ചിരിച്ചാൽ ചിരിക്കട്ടെ.
കാരണം നാളെ നിങ്ങൾ സാമ്പത്തികമായി വലിയൊരു നിലയിൽ എത്തിക്കഴിയുമ്പോൾ ഇതേ ആളുകൾ തന്നെ നിങ്ങളുടെ ആ പഴയ വസ്ത്രധാരണത്തെ ലാളിത്യമെന്നും നിങ്ങളുടെ മിതവ്യയത്തെ ബുദ്ധിപരമായ നീക്കമെന്നും പുകഴ്ത്തിപ്പറയും. ഈ ലോകം എപ്പോഴും വിജയത്തെയും അതിന്റെ തിളക്കത്തെയുമാണ് വണങ്ങുന്നത്, അല്ലാതെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ചെരുപ്പിന്റെ ബ്രാൻഡിനെയല്ല. അതുകൊണ്ട് നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ കാർന്നു തിന്നുന്നതിനു മുൻപ് മറ്റുള്ളവരെ കാണിക്കാനുള്ള ഈ പ്രകടനപരതയാകുന്ന മാരകരോഗത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും കീശയിൽ നിന്നും ഇന്നുതന്നെ മുറിച്ചുമാറ്റുക. പുറത്തുനിന്നുള്ള ഈ ആഡംബര ഭ്രമം മാത്രമല്ല നമ്മുടെ യഥാർത്ഥ ശത്രു. മറ്റൊരു വലിയ ശത്രു നമ്മുടെ വീടിനുള്ളിൽ, നമ്മുടെ നിത്യജീവിതത്തിലെ ശീലങ്ങളിൽ തന്നെയുണ്ട്. ഒരു മനുഷ്യൻ എത്രയധികം സമ്പാദിച്ചാലും അവനെ എപ്പോഴും ദരിദ്രനായി നിലനിർത്തുന്ന നാലാമത്തെ നിയമമാണിത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ ജീവിതശൈലി പണപ്പെരുപ്പം എന്ന് വിളിക്കാം. ചാണക്യൻ ഇതിനെ വളരെ ലളിതമായ വാക്കുകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതാണ് വരവും ചെലവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ. പായയുടെ നീളമറിഞ്ഞു വേണം കാൽ നീട്ടാൻ എന്ന് പണ്ടുള്ളവർ പറയുന്നത് വെറുമൊരു പഴഞ്ചൊല്ലല്ല, അത് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ നിയമമാണ്. നമ്മുടെ വരുമാനത്തിനനുസരിച്ച് മാത്രം ചെലവുകൾ നിയന്ത്രിക്കുന്നതാണ് ജീവിതത്തിലെ സമാധാനത്തിന്റെ അടിസ്ഥാനമെന്ന് ചാണക്യൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്നത്തെ പ്രധാന പ്രശ്നമെന്തെന്നാൽ വരുമാനം കൂടുമ്പോൾ അതിനേക്കാൾ ഇരട്ടി വേഗതയിൽ നമ്മുടെ ചെലവുകളും വർദ്ധിക്കുന്നു എന്നതാണ്. നിങ്ങളുടെ വരുമാനം 20,000 രൂപയായിരുന്നപ്പോഴും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോയിരുന്നു. ഇപ്പോൾ അത് 50,000 ഉയർന്നിട്ടും കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞു നിങ്ങൾ സങ്കടപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ വരുമാനത്തിനനുസരിച്ച് സമ്പാദ്യം കൂട്ടുകയല്ല ചെയ്തത്, മറിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളും ചെലവുകളും അതിരുകടന്നു വളർത്തുകയാണ് ചെയ്തത്. നിങ്ങൾ വലിയ വാടകയുള്ള വീടുകളിലേക്ക് മാറി, ആഹാരരീതികൾ ആഡംബരമാക്കി, നിങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ അടിസ്ഥാന ചിലവുകൾ തന്നെ കൂട്ടി നിശ്ചയിച്ചു. ഇതാണ് ജീവിതശൈലി പണപ്പെരുപ്പം. ചാണക്യ തത്വപ്രകാരം ധനികനാകുക എന്നതിന്റെ രഹസ്യം കൂടുതൽ സമ്പാദിക്കുന്നതിൽ മാത്രമല്ല, മറിച്ച് നിങ്ങൾ നേടുന്ന വരുമാനവും നിങ്ങൾ നടത്തുന്ന ചെലവും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം വലുതാക്കി നിർത്തുന്നു എന്നതിലാണ്. നിങ്ങൾ 1,00,000 രൂപ സമ്പാദിച്ചിട്ട് അതിൽ 90,000 രൂപയും ധൂർത്തടിക്കുമ്പോൾ, നിങ്ങളുടെ ഒരു സുഹൃത്ത് 30,000 രൂപ മാത്രം സമ്പാദിച്ച് അതിൽ 20,000 രൂപ മാറ്റിവെക്കുന്നുണ്ടെങ്കിൽ സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ അവൻ നിങ്ങളെക്കാൾ എത്രയോ മുകളിലാണ്. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കണം. ഒപ്പം തന്നെ നിങ്ങളുടെ ചെലവുകളെ ഒരു നിശ്ചിത സമയത്തേക്ക് ചുരുക്കിപ്പിടിക്കാനും ശീലിക്കണം. കയ്യിലുള്ള പണം നിങ്ങൾക്കുവേണ്ടി വീണ്ടും പണം സമ്പാദിച്ചു തരുന്ന ഒരു സുരക്ഷിത നിലയിലേക്ക് എത്തുന്നതുവരെ നിങ്ങളുടെ ജീവിതരീതി വളരെ ലളിതമായി മുന്നോട്ടു കൊണ്ടുപോകുക. സ്വന്തം പരിധികൾ മറന്നു ജീവിക്കുന്ന ഒരാളെ ലോകത്തിലെ ഒരു ഭാഗ്യത്തിനും ഒരിക്കലും പണക്കാരനാക്കാൻ കഴിയില്ലെന്ന് ഓർക്കുക. ഇതുവരെ നമ്മൾ സംസാരിച്ചത് പണം എവിടെയൊക്കെ ചെലവഴിക്കരുത് എന്നതിനെക്കുറിച്ചാണല്ലോ. എന്നാൽ പണം എന്നത് വെറുതെ ഒരു പെട്ടിയിൽ പൂട്ടിവെക്കാനുള്ളതല്ല, അതിന് ജീവനുണ്ടാകണം, അത് നിരന്തരം വളരുകയും വേണം. പണം ലാഭിച്ചുവെച്ച് അത് വെറുതെ തലയിണയുടെ അടിയിലോ അലമാരയ്ക്കുള്ളിലോ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വലിയൊരു തെറ്റുപറ്റുന്നുണ്ട്. ഇവിടെയാണ് ആചാര്യ ചാണക്യന്റെ 5ാമത്തെ നിയമം പ്രസക്തമാകുന്നത്. ഇത് നമ്മളെ വെറുമൊരു സമ്പാദ്യക്കാരനിൽ നിന്നും ബുദ്ധിമാനായ ഒരു നിക്ഷേപകനിലേക്ക് നയിക്കുന്നു. കയ്യിലുള്ള പണത്തെ എങ്ങനെ എപ്പോഴും സജീവമായി നിലനിർത്താം എന്ന് ഈ നിയമം നമുക്ക് പറഞ്ഞുതരുന്നു. ഇതിനെ ലാഭത്തിന്റെ ഗണിതശാസ്ത്രം എന്ന് വിശേഷിപ്പിക്കാം. ചാണക്യൻ ഒരു മികച്ച അർത്ഥശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു. പണം ഒരിക്കലും ഒരിടത്ത് കെട്ടിക്കിടക്കരുത്, അത് ഒരു നദി പോലെ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. പക്ഷേ ആ ഒഴുക്ക് അത് വീണ്ടും വർദ്ധിച്ച് കൂടുതൽ കരുത്തോടെ നമ്മുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ദിശയിലായിരിക്കണം എന്നു മാത്രം. യാതൊരു പ്രയോജനവുമില്ലാത്ത കാര്യങ്ങളിൽ പണം മുടക്കുന്നത് ശുദ്ധഭോഷ്കത്വമാണെന്ന് ചാണക്യനീതി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യാതൊരുവിധ ലാഭവും തിരിച്ചുകിട്ടാത്ത ഇടങ്ങളിൽ പണം കൊണ്ടുപോയി ഇടുന്നത് അത് വെറുതെ അഴുക്കുചാലിൽ കളയുന്നതിനു തുല്യമാണ്. പലപ്പോഴും നമ്മൾ വികാരങ്ങൾക്കടിമപ്പെട്ട് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ നിക്ഷേപമല്ല, മറിച്ച് ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരുന്ന വലിയൊരു ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു ബന്ധു നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഭാവിയിൽ ഒരു വിലയുമില്ലാത്ത വസ്തുക്കൾ വാങ്ങിക്കൂട്ടുകയോ അല്ലെങ്കിൽ സുഹൃത്ത് വൈകാരികമായി സംസാരിച്ചതുകൊണ്ട് മാത്രം അയാളുടെ ബിസിനസ്സിൽ പണം കൊണ്ടുപോയി കളയുകയോ ചെയ്യുന്നത് ഇതിന് ഉദാഹരണമാണ്. പണത്തിന്റെ കാര്യത്തിൽ വികാരങ്ങൾക്കല്ല, കൃത്യമായ കണക്കുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടതെന്ന് ചാണക്യൻ പറയുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചെലവിനെയും നിക്ഷേപത്തിന്റെ കണ്ണിലൂടെ നോക്കി വിലയിരുത്താൻ ശീലിക്കുക. നിങ്ങൾ 10,000 രൂപ മുടക്കി ഒരു പുതിയ അറിവോ കോഴ്സോ പഠിക്കുകയാണെങ്കിൽ അത് ഭാവിയിൽ എനിക്ക് 1,00,000 രൂപ നേടിത്തരാൻ തക്കവണ്ണം എന്നെ പ്രാപ്തനാക്കുമോ എന്ന് ചിന്തിക്കുക. അങ്ങനെ പ്രയോജനം തരുമെങ്കിൽ അത് വെറുമൊരു ചെലവല്ല, മറിച്ച് അതൊരു ഉത്തമമായ നിക്ഷേപമാണ്. നേരെ മറിച്ച് നിങ്ങൾ 10,000 രൂപയ്ക്ക് ഒരു രാത്രി വലിയ ആഘോഷം നടത്തിയാൽ അതിൽ നിന്ന് എന്തു വലിയ ലാഭമാണ് തിരികെ കിട്ടുന്നത്? ഒന്നും കാണില്ല, വെറുമൊരു രാത്രിയിലെ താൽക്കാലികമായ സന്തോഷം മാത്രം. അതുകൊണ്ട് പണം എപ്പോഴും മികച്ച ലാഭസാധ്യതയുള്ള ഇടങ്ങളിൽ മാത്രം വിനിയോഗിക്കുക. ഇവിടെ ലാഭം എന്നുദ്ദേശിക്കുന്നത് കേവലം പണം മാത്രമല്ല, നല്ല ആരോഗ്യം, അറിവ്, സമയം എന്നിവയെല്ലാം വലിയ ലാഭങ്ങൾ തന്നെയാണ്. നിങ്ങളൊരു വ്യായാമശാലയിൽ അംഗത്വമെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ആരോഗ്യത്തിനു വേണ്ടിയുള്ള നിക്ഷേപമാണ്. നിങ്ങൾ നല്ല പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ അത് നിങ്ങളുടെ ബുദ്ധിക്കു വേണ്ടിയുള്ള നിക്ഷേപമാണ്. എന്നാൽ വെറും നേരംപോക്കിനു വേണ്ടി മാത്രം പണം കളയുകയാണെങ്കിൽ അത് വലിയ നഷ്ടം തന്നെയാണ്.
ചാണക്യന്റെ ഒരു രഹസ്യസൂത്രമുണ്ട്: നിങ്ങളുടെ പണത്തെ ഒരിക്കലും മടിയനായി ഒരിടത്തിരിക്കാൻ അനുവദിക്കരുത്. അതിനെ എപ്പോഴും ജോലിക്ക് നിയോഗിക്കുക. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്കുവേണ്ടി ഉണർന്നിരുന്ന് കൂടുതൽ പണമുണ്ടാക്കുന്ന അത്തരം സുരക്ഷിതമായ താവളങ്ങളിൽ നിങ്ങളുടെ സമ്പത്ത് നിക്ഷേപിക്കുക. സ്വന്തം പണത്തെ അടിമയാക്കി പണിയെടുപ്പിക്കുന്നവൻ മാത്രമാണ് ജീവിതത്തിൽ യഥാർത്ഥ യജമാനനാകുന്നത്. അല്ലാതെ പണത്തിനുവേണ്ടി എപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ജീവിതകാലം മുഴുവൻ ഒരു തൊഴിലാളിയായി തന്നെ തുടരേണ്ടിവരും. ലാഭത്തിന്റെയും നിക്ഷേപത്തിന്റെയും പുറകെ പായുമ്പോൾ പലപ്പോഴും മനുഷ്യൻ അന്ധനായി പോകാറുണ്ട്. അവൻ ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം പോലും മറന്നുപോകുന്നു. ഇവിടെയാണ് നിങ്ങളുടെ ധനത്തെ പവിത്രവും ശാശ്വതവുമാക്കുന്ന ആറാമത്തെ നിയമം കടന്നുവരുന്നത്. ഈ നിയമത്തെ നിങ്ങൾ അവഗണിച്ചാൽ അധർമ്മത്തിലൂടെയും മറ്റുള്ളവരെ ചതിച്ചും നേടിയ പണം മുഴുവൻ രോഗങ്ങളുടെ രൂപത്തിലോ കോടതി കയറിയിറങ്ങിയോ അല്ലെങ്കിൽ കള്ളന്മാരുടെ കൈകളിൽപ്പെട്ടോ ഇല്ലാതായിപ്പോകും. ഇതാണ് പണത്തിന്റെ സ്വഭാവവും അതിന്റെ ശരിയായ ലക്ഷ്യവും. ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്: അനീതിയിലൂടെയും തെറ്റായ മാർഗങ്ങളിലൂടെയും സമ്പാദിക്കുന്ന പണം പരമാവധി 10 വർഷം മാത്രമേ നിങ്ങളുടെ കയ്യിൽ നിൽക്കൂ. 11ാമത്തെ വർഷത്തിൽ അത് അതിന്റെ പലിശയും മൂലധനവും സഹിതം പൂർണ്ണമായി നശിച്ചുപോകും. ഇതൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് പ്രപഞ്ചത്തിലെ കാരണവും അതിന്റെ ഫലവും തമ്മിലുള്ള ശാസ്ത്രീയമായ നിയമമാണ്. പണത്തിന് അതിന്റേതായ ഒരു ഊർജ്ജമുണ്ട്. ചൂതാട്ടം, ലഹരി പദാർത്ഥങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ തുടങ്ങിയ തെറ്റായ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ പണം ഉപയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാശത്തിന് തന്നെയാണ് വഴിയൊരുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പണം കൊണ്ട് നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുകയാണ് ചെയ്യുന്നത്. ഇതിനെ ഒരു തെറ്റായ നിക്ഷേപം എന്ന് വിളിക്കാം. ഇത്തരം ചെലവുകളിലൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ വാങ്ങിക്കൂട്ടുന്നത് രോഗങ്ങളും അപമാനവും ശത്രുതയും മാത്രമാണ്. അതിനാൽ പണത്തെ എപ്പോഴും സന്മാർഗത്തിൽ മാത്രം നിലനിർത്തുക. ആചാര്യ ചാണക്യന്റെ ദർശനങ്ങൾ കാലാതീതമായ ചില വലിയ സത്യങ്ങളാണ് നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ കഠിനമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണം യഥാർത്ഥത്തിൽ എന്തിനൊക്കെ വേണ്ടിയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. നല്ല കാര്യങ്ങൾ, നമ്മുടെ കടമകൾ, ആരോഗ്യം, ഉത്തമമായ വിദ്യാഭ്യാസം എന്നിവയ്ക്കായിരിക്കണം എപ്പോഴും നമ്മുടെ പണം ചെലവഴിക്കേണ്ടത്. സ്വന്തം കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനും ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷം തരുന്ന കാര്യങ്ങൾക്കും ഒപ്പം നമ്മളാൽ കഴിയുന്ന വിധം സമൂഹത്തിന്റെ നന്മയ്ക്കുമായി പണം ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ചുറ്റും വലിയൊരു സുരക്ഷാകവചമായി മാറിത്തീരും. ഇതിനെയാണ് യഥാർത്ഥത്തിൽ സാത്വികമായ ചെലവഴിക്കൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം ഉത്തമമായ ശീലങ്ങൾ കാത്തുസൂക്ഷിക്കുന്നവർക്ക് രാത്രികളിൽ ഒരു ഭയവുമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കും. എന്നാൽ ഇതിനു നേരെ വിപരീതമായി അനാവശ്യമായ ആർഭാടങ്ങൾക്കും മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനായി ചമയാനും വേണ്ടി പണം ധൂർത്തടിക്കുന്നവരുടെ സമ്പത്ത് ഒരിക്കലും നിലനിൽക്കില്ല. അങ്ങനെയുള്ള പണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ കടന്നുവരുമെങ്കിലും അത് തിരികെ പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനവും സന്തോഷവും കൂടി തകർത്തുകൊണ്ടേ പോകൂ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഓരോ രൂപ എടുക്കുമ്പോഴും സ്വന്തം മനസ്സിനോട് ഒരു ചോദ്യം ചോദിക്കുക: ഈ ചെലവ് എന്റെ ജീവിതത്തിന് എന്തെങ്കിലും മൂല്യം നൽകുന്നുണ്ടോ, അതോ എന്നെ തകർച്ചയിലേക്കാണോ നയിക്കുന്നത്? തെറ്റായ കൈകളിലെത്തുന്ന പണവും തെറ്റായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സമ്പത്തും ഒടുവിൽ അതിന്റെ ഉടമസ്ഥനെ തന്നെ ഇല്ലാതാക്കുമെന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമ്പാദ്യത്തെ ഏറ്റവും വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുന്ന ആ ഏഴാമത്തെയും അവസാനത്തെയും രഹസ്യത്തെക്കുറിച്ചാണ്. പലപ്പോഴും മറ്റുള്ളവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടോ സഹായിക്കുകയാണെന്ന വ്യാജേനയോ നമ്മൾ വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ തെറ്റാണിത്. യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ നല്ല ബന്ധങ്ങളെയും നമ്മുടെ അധ്വാനത്തെയും ഒരേപോലെ തകർത്തുകളയും. ആ ഏഴാമത്തെ നിയമം ഇതാണ്: തിരിച്ചുകിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു വഴിയിലേക്ക് പണം ഒഴുക്കിക്കളയുന്നതാണ് കടം കൊടുക്കൽ. ചാണക്യൻ വളരെ കടുത്ത ഭാഷയിൽ ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അമിതമായ പണമിടപാടുകൾ നല്ല സുഹൃദ്ബന്ധങ്ങളെയും സഹോദര ബന്ധങ്ങളെയും പോലും പൂർണ്ണമായി നശിപ്പിച്ചുകളയും. നമ്മൾ പൊതുവെ വികാരഭരിതരായ മനുഷ്യരാണ്. പ്രിയപ്പെട്ടൊരു സുഹൃത്തോ ബന്ധുവോ വന്ന് വിഷമം പറയുമ്പോൾ പെട്ടെന്ന് ഇല്ല എന്ന് പറയാൻ നമ്മുടെ മനസ്സനുവദിക്കില്ല. നമ്മൾ അവരെ സഹായിക്കുകയാണെന്നാണ് നമ്മുടെ വിചാരം. എന്നാൽ ആചാര്യ ചാണക്യൻ പറയുന്നത് നിങ്ങൾ ഒരാൾക്ക് കടമായി നൽകുന്ന പണം തിരികെ ലഭിക്കില്ലെന്ന് ഉറപ്പിച്ച് ഒരു ദാനമായി മാത്രം കരുതണമെന്നാണ്. നിയമം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് മറ്റൊരാൾക്ക് സൗജന്യമായി കൊടുക്കാൻ സാധിക്കുന്ന അത്രയും തുക മാത്രം കടമായി നൽകുക. അതായത് ആ പണം തിരികെ കിട്ടിയില്ലെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു തരത്തിലും ബാധിക്കരുത്, ആ വ്യക്തിയുമായുള്ള ബന്ധം തകരുകയും ചെയ്യരുത്. എന്നാൽ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് അത് കൃത്യസമയത്ത് തിരികെ കിട്ടുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് നിങ്ങൾ കടം കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു വിഡ്ഢിത്തമാണ്. മിക്ക കേസുകളിലും ഇങ്ങനെ കൊടുക്കുന്ന പണം കൃത്യസമയത്ത് തിരിച്ചു കിട്ടാറില്ല എന്നതാണ് സത്യം. ഇനി അഥവാ തിരികെ കിട്ടിയാൽ തന്നെയും അത് വലിയ ശത്രുതയും കൈപേറിയ അനുഭവങ്ങളും അപമാനവുമൊക്കെ സമ്മാനിച്ചിട്ടേ കടന്നുപോകൂ. സ്വന്തം പണം തിരികെ ചോദിക്കാൻ നിങ്ങൾ അവരുടെ മുന്നിൽ ഒരു യാചകനെപ്പോലെ കൈനീട്ടി നിൽക്കേണ്ടിവരും. തന്റെ സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാതെ മറ്റുള്ളവർക്ക് കടം കൊടുക്കുന്നവൻ സമൂഹത്തിൽ ഒരു പരിഹാസപാത്രമായി മാറുമെന്നാണ് ചാണക്യൻ പറയുന്നത്. നിങ്ങളുടെ സമ്പത്തിനെ സംരക്ഷിക്കുക എന്നത് നിങ്ങളുടെ വലിയൊരു കടമയാണ്. ആരെങ്കിലും കടം ചോദിച്ചാൽ സ്നേഹത്തോടെ അത് നിരസിക്കുന്നതാണ് ആ ബന്ധം മനോഹരമായി നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി. ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊരുപക്ഷെ 2 ദിവസത്തെ ദേഷ്യമുണ്ടായേക്കാം. എന്നാൽ കൊടുക്കാമെന്ന് ഏറ്റ്
പിന്നീട് അത് വലിയ പ്രശ്നമാകുമ്പോൾ ആ പണവും നഷ്ടപ്പെടും, ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കുകയും ചെയ്യും. അതുകൊണ്ട് കടം കൊടുക്കുന്ന പണത്തെ നിങ്ങളുടെ ആസ്തിയായി കൂട്ടാതെ ഒരു വലിയ നഷ്ടമായി മാത്രം കണക്കാക്കുക. ഉപസംഹാരമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കോട്ട നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കണം. ഇതൊക്കെയാണ് ഒരു സാധാരണക്കാരനിൽ നിന്നും നിങ്ങളെ സാമ്പത്തികമായി ശക്തനായ ഒരു പോരാളിയാക്കി മാറ്റാൻ സഹായിക്കുന്ന ചാണക്യന്റെ ആ 7 സുപ്രധാന നിയമങ്ങൾ. നമുക്കിത് ഒരിക്കൽ കൂടി മനസ്സിൽ ഉറപ്പിക്കാം. 1. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയുക. നിങ്ങളുടെ അനാവശ്യ മോഹങ്ങളെ ഒരിക്കലും അത്യാവശ്യങ്ങളാക്കി മാറ്റരുത്. 2. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ മുൻകൂട്ടി തയ്യാറാവുക. ഒരു സുരക്ഷയുമില്ലാതെ ജീവിതമാകുന്ന യുദ്ധത്തിനിറങ്ങരുത്. എപ്പോഴും അടിയന്തര ഘട്ടങ്ങൾക്കായുള്ള സമ്പാദ്യം സൂക്ഷിക്കുക. 3. ആഡംബരങ്ങളിൽ നിന്ന് എപ്പോഴും അകലം പാലിക്കുക. മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി സ്വന്തം കുഴി തോണ്ടരുത്. 4. വരവും ചെലവും കൃത്യമായി സൂക്ഷിക്കുക. നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ ചെലവുകളെ നിയന്ത്രണത്തിലാക്കുക. 5. ലാഭത്തിന്റെ കണക്കുകൾ മനസ്സിലാക്കുക. പണത്തെ വെറുതെയിരുത്താതെ കൃത്യമായി നിക്ഷേപിക്കാൻ പഠിക്കുക. 6. ശരിയായ ലക്ഷ്യങ്ങൾക്കായി മാത്രം പണം ഉപയോഗിക്കുക. തെറ്റായ കാര്യങ്ങളിൽ പണം മുടക്കി സ്വന്തം തകർച്ച വരിച്ചുവാങ്ങരുത്. 7. കടം കൊടുക്കുന്ന ശീലത്തിൽ നിന്ന് മാറി നിൽക്കുക. പണം കൊടുത്ത് പുതിയ ശത്രുക്കളെ സമ്പാദിക്കാതിരിക്കുക. പണം ഒരിക്കലും ദൈവമല്ല, പക്ഷേ ഈ കാലഘട്ടത്തിൽ അത് ദൈവത്തോളം തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും കരുത്തും ഈ ലോകത്തിലെ പ്രതിസന്ധികളോട് പോരാടാനുള്ള ആത്മവിശ്വാസവും നൽകും. എന്നാൽ നിങ്ങൾ പണത്തെ ബഹുമാനിച്ചാൽ മാത്രമേ പണം നിങ്ങളെയും ബഹുമാനിക്കൂ. ചാണക്യനീതി എന്നത് കേവലം ഒരു പഴയ പുസ്തകമല്ല, അത് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ വഴികാട്ടിയാണ്. ഈ 7 നിയമങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരില്ല എന്നെനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും. നിങ്ങൾക്ക് സമൂഹത്തിൽ എന്നും തലയുയർത്തിപ്പിടിച്ച് ജീവിക്കാം. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ഇനിയും അടിഭാഗത്ത് തുളയുള്ള ബക്കറ്റിൽ വെള്ളം നിറയ്ക്കാൻ ശ്രമിക്കണോ, അതോ നിങ്ങളുടെ ശീലങ്ങൾ മാറ്റി ശക്തമായൊരു സാമ്പത്തിക അടിത്തറയുണ്ടാക്കണോ? ഈ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നിടത്തിൽ ഞാൻ എന്റെ പണത്തെ ബഹുമാനിക്കുന്നു എന്ന് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ രേഖപ്പെടുത്തൂ. ഇത് വെറുമൊരു വാക്കല്ല, നിങ്ങളുടെ മനസ്സിനുള്ള ശക്തമായ ഒരു പ്രതിജ്ഞയാണ്. പണം അനാവശ്യമായി ചെലവഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഈ ദൃശ്യങ്ങൾ തീർച്ചയായും പങ്കുവയ്ക്കുക. ഒരുപക്ഷേ ഇത് അവരുടെ കണ്ണ് തുറപ്പിക്കുകയും ഭാവിയെ രക്ഷിക്കുകയും ചെയ്തേക്കാം. നമ്മുടെ ഈ ചാനൽ പിന്തുടരാൻ മറക്കരുത്, കാരണം അടുത്ത തവണ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വിഡ്ഢികളായ മനുഷ്യരുമായി തർക്കിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള 5 അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചാണ്. മൗനത്തിന്റെ ആ വലിയ ശക്തി നിങ്ങളുടെ മാനസിക സമാധാനത്തിന് എത്രത്തോളം അത്യാവശ്യമാണെന്ന് അതിലൂടെ മനസ്സിലാക്കാം. അതുവരെ കൃത്യമായ ബോധ്യത്തോടെ പണം ചെലവഴിക്കുക, സുരക്ഷിതരായിരിക്കുക, നിങ്ങളുടെ സമ്പാദ്യത്തെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക.